ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയുടെ വീട്ടിൽ നിന്ന് പലഹാരങ്ങളൊക്കെ ആയിട്ട് ഇവർ വരുന്നത് കാണുമ്പോൾ ആന്റിയമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പല കുറ്റങ്ങളും വിളിച്ചു പറയുന്നുണ്ട് കൺമണിയുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ. സുജാതയാണെങ്കിലും ആന്റിയമ്മയെ അനുകൂലിച്ച്, ആന്റിയമ്മയെ അവിടെ പോയപ്പോഴേക്കും പായസത്തിന് മുഴുവൻ ഒപ്പ്, പിന്നെ അതിനെ ചൊല്ലി തമ്മിൽ തല്ല്. എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. ആഹാ, നല്ല ബെസ്റ്റ് കുടുംബം എന്ന് പറഞ്ഞ് ആന്റിയമ്മയും കളിയാക്കുന്നു. കൃപയ്ക്കും സാഗറിനും ഒക്കെ ഇത് കേട്ട് ദേഷ്യം വരുന്നുണ്ട്. കൃപ തിരിച്ചു പറയുന്നുണ്ട് ആന്റിയമ്മയോട്, ഇങ്ങനെയൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവുമെന്ന്. എന്നാൽ ആന്റിയമ്മ പിന്നെ കൃപയോട് ദേഷ്യപ്പെടുകയാണ്. നീ ശരിക്കും UK ബിസിനസ് സ്റ്റഡീസ് ആണോ പഠിച്ചത്, അതോ വാചകോടിയോ? ഞാൻ ഒരു കാര്യം പറയാം, ഇനി എത്രയൊക്കെ പറഞ്ഞാലും ശരി, മാനസയോട് കാണിച്ച നെറുകേട് മാറ്റാൻ പറ്റില്ല. ഇന്ന് അവളിവിടെ വന്നിരുന്നു. അവള് കൃഷ്ണനോട് ക്ഷമ പറയാൻ പോയി, പക്ഷേ അവൻ അവളെ അപമാനിച്ചു വിട്ടിരിക്കുന്നു. എന്നാൽ അത് കേൾക്കുന്നതും കൃപ കൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഏട്ടൻ മാനസയെ അപമാനിച്ചു വിട്ടെങ്കിലേ അതിന് തക്കതായ കാരണം ഉണ്ടാവും. കൃഷ്ണനെ വിളിക്കാൻ പറയുന്നുണ്ട് കൃപയോട് സാഗർ. എന്നാൽ അവൻ ഓഫീസിൽ പോയെന്നും അവന്റെ കാര്യങ്ങൾ വിട്ടേക്കാനും ഇനി മാനസയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തേ പറ്റൂ എന്നും ആന്റിയമ്മ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് മാനസയുടെ കാര്യത്തിൽ ഇനി എന്ത് തീരുമാനം ഉണ്ടാക്കുമെന്ന് ചോദിക്കുന്നുണ്ട് കൃപ. അപ്പൊ ആന്റിയമ്മ എല്ലാവരോടായിട്ട് പറയാണ്, കൃഷിന്റെ ഏട്ടനുണ്ടല്ലോ ബലരാമൻ, മാനസയെ ബലരാമനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. എന്നാൽ കൃപയ്ക്ക് അതങ്ങോട്ട് കേൾക്കുന്നത് ആകെ ദേഷ്യാവുന്നുണ്ട്. അതങ്ങോട്ട് പള്ളി പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. സാഗർ അപ്പോൾ കൃപയോട് ചൂടാവുന്നുണ്ട്. അപ്പൊ കൃപ പറയും, അച്ഛാ, ഞങ്ങൾക്കിത് ഞങ്ങളുടെ ആന്റിയമ്മ തന്നെയാണ്, അമ്മയുടെ സ്ഥാനവും ഉണ്ട്. പക്ഷെ പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? മാനസയെ ആ പാവം ബല്ലാമേട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന്. കൃപ പാവം ബല്ലാമേട്ടൻ എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ ആന്റിയമ്മ കൃപയെ കളിയാക്കുന്നുണ്ട്. ഇന്നലെ വരെ കൊല്ലണം തിന്നണം എന്നൊക്കെ പറഞ്ഞ് നടന്നവളാ ഇപ്പതേ ബലരാമേട്ടൻ എന്ന് വിളിച്ചിരിക്കുന്നു. ശേഷം ഒന്നുകൂടെ എല്ലാവരോടായിട്ട് പറയാം, മാനസയുടെ വീട്ടുകാരോട് നമ്മൾ കാണിച്ച നെറുകേടിന് ഏറ്റവും നല്ല പ്രായശ്ചിത്തം ഇതാ. മാനസയ്ക്ക് ബലരാമനെ വിവാഹം ചെയ്തു കൊടുത്ത് അവരെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരിക. എന്നാൽ അതിലും നല്ലത് ഏട്ടൻ ഇവിടുത്തെ ആളാണെന്ന് അറിയിക്കാതെ ദൂരെ എവിടെയെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കുമെന്ന് കൃപ അഭിപ്രായപ്പെടുന്നുണ്ട്. ആന്റിയമ്മയ്ക്ക് കൃപയുടെ വാക്കുകളെല്ലാം കേട്ട് ആകെ ദേഷ്യാവുന്നുണ്ട്. എങ്കിലും സാഗറിനോടും സുജാതയോടും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുകയാണ്. സാഗർ പറയുന്നത് തനിക്ക് കുറച്ചൊന്ന് ആലോചിക്കണം, ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് മറുപടി പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ എന്നാണ്. അപ്പോഴേക്കും ആന്റിയമ്മ ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്, എന്തായാലും ശരി, ബലരാമനും മാനസയും തമ്മിലുള്ള വിവാഹം അത് നടന്നിരിക്കണം. അതിന് തീരുമാനമാകാതെ നിങ്ങൾ ഇനി എന്നെ കാണില്ല എന്നുകൂടെ അറിയിച്ച് വാശിയോടെ പോകുന്നുണ്ട് ആന്റിയമ്മ. ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന കൺമണിയോട് നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഓഫീസിലേക്കാണെന്ന് കൺമണി പറയുന്നത് കേട്ടിട്ട്, അതിന് ഇനി മുതൽ നീ അരികയിലെ ജോലിക്കാരിയല്ലല്ലോ, ഉടമസ്ഥയല്ലേ, അതുകൊണ്ട് ഇനി നീ എന്തായാലും അങ്ങോട്ട് പോകേണ്ടി വരില്ല. ബാക്കിയുള്ളവർ കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. മാത്രമല്ല, ഇന്നൊരു പ്രധാനപ്പെട്ട ചടങ്ങ് നടന്ന ദിവസം കൂടെയാണ്. എന്നാൽ തനിക്ക് ഓഫീസിൽ പോയേ പറ്റൂ എന്നുള്ള നിലപാടിലാണ് കൺമണി നിൽക്കുന്നത്. അത് കൃഷ് സാറിനെ കാണാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണെന്ന് അറിയുന്നുണ്ട് അമ്മായിമാരും. ചിലപ്പോൾ തിരിച്ചു ആകാം. കൃഷ് സാറിന് കൺമണിയെ കാണാതെയും പറ്റില്ലല്ലോ. കൃഷ് സാറിനെ കാണാൻ വേണ്ടിയാ കൺമണി പോകുന്നത് അല്ലേ? അപ്പോഴേക്ക് ശ്രീനി വരുന്നുണ്ട്, എന്റെ മോളെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പൊ അമ്മായിമാര് പറയും, അല്ല ഏട്ടാ, ഇന്നിനി എന്തിനാ കൺമണി ഓഫീസിലേക്ക് ഓടിപ്പാഞ്ഞ് പോകുന്നത് എന്ന് ചോദിക്കുകയായിരുന്നു. ഇനി കൺമണി അലികയിലെ പ്രധാനപ്പെട്ട ആളല്ലേ. ഇത് കേൾക്കുന്നതും ശ്രീനിവാസൻ അമ്മായിമാരെ ഉപദേശിക്കുന്നുണ്ട്, ഇനി വേണം നിങ്ങൾ കൃത്യമായിട്ട് ജോലി ചെയ്യേണ്ടത്. നിങ്ങൾ ഉഴപ്പാണെന്നുള്ള പേരുദോഷം ഇനി കേൾപ്പിക്കരുത്. അതിന്റെ മോശം കൺമണിക്ക് കൂടെയാണെന്ന്. പക്ഷെ അമ്മായിമാരെ പറയും, ഞങ്ങൾ ഇന്ന് എന്തായാലും ഓഫീസിലേക്ക് പോകുന്നില്ല, വീട്ടിലിരുന്ന് സന്തോഷം ആഘോഷിക്കുന്നേ ഉള്ളൂ. അതുമാത്രമല്ല, ഞങ്ങൾ ഇനി ഇത്തിരി ഗമയിലൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. MDയുടെ ഭാര്യയുടെ അമ്മായിമാരല്ലേ ഞങ്ങള് എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാം ചിരിച്ചു കളിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഗോകുൽ ആകെ പരിഭ്രമത്തിൽ ഓടിയെത്തുകയാണ്. അപ്പേന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നിട്ട് ആദ്യം തന്നെ പറയുന്നത്, അപ്പേ, എന്നെ ഇവിടെ ഒന്ന് പറഞ്ഞയക്കല്ലേ, എന്നെ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കുക, അമ്മ ഇനി ഇവിടേക്ക് വരില്ലെന്ന്, സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ നിൽക്കുക, എനിക്ക് ഇവിടുന്ന് പോകണ്ട അപ്പേ, എന്നെ വിട്ടുകൊടുക്കല്ലേ. ഇങ്ങനെയെല്ലാം പറഞ്ഞ് കരയുന്ന ഗോകുലിനെ കൺമണി ആശ്വസിപ്പിക്കുന്നുണ്ട്. എടാ, നീ കരയില്ലേ, നീ ഇവിടെ തന്നെ നിന്നാ മതി. അതേസമയം ഗോകുല് ധനലക്ഷ്മിയുടെ തീരുമാനം അറിയിക്കുന്നുണ്ട്. അമ്മയുടെ പ്ലാൻ എന്ന് വെച്ചാൽ TC എല്ലാം വാങ്ങിച്ച് എന്നെ കൊണ്ടുപോകുന്നതാണ്, അമ്മയുടെ നാട്ടിൽ ഏതെങ്കിലും സ്കൂളിൽ ചേർക്കാവുന്നതാണ്. എന്നാൽ കൺമണി ഗോകുലിന് പറഞ്ഞു കൊടുക്കും, നിന്റെ ഇഷ്ടമില്ലാതെ നിന്നെ ഇവിടെ നിന്ന് ആരും കൊണ്ടുപോകില്ല. ഞാൻ ഏട്ടനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാം. ധനലക്ഷ്മിയെ വിളിച്ചൊന്ന് സോറി പറയാൻ അമ്മായിമാരോട് പറയുന്നുണ്ട് ശ്രീനിവാസനും. എന്നാൽ അമ്മായിമാർ അതിന് തയ്യാറാവുന്നില്ല. അവളോട് ക്ഷമ പറയാനോ നിങ്ങളുടെ പട്ടി പറയും, ഇറക്കി വിടുകയല്ല തല്ലി കൊല്ലുകയായിരുന്നു വേണ്ടത്. കൺമണിയെ ഇത്രയും കാലം ഇവിടെ ഇട്ട് കണ്ണീര് കുടിപ്പിച്ച മോളാണ് അവള്. ഈ പാവത്തിനെ ജയിലിൽ കയറ്റിയതിനെ അവൾക്കും ഉണ്ട് പങ്ക്. കൺമണിയുടെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ജീവിതം അവളാണ് അലങ്കോലമാക്കിയത്. സ്വന്തം മോനോട് പോലും ദയ കാണിച്ചിട്ടില്ല. അതേസമയം കൺമണി അമ്മായിമാരോട് പറയുന്നുണ്ട്, കഴിഞ്ഞതൊന്നും ഇനി പറയണ്ട അമ്മായിമാരെ, ഗോകുലിനെ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് വിടില്ല. ഏട്ടനെ വിളിച്ച് അനുവാദം വാങ്ങാം. ഇവിടെ നിന്ന്
ഇപ്പോഴത്തെ സ്കൂളിൽ തന്നെ പഠനം തുടരാം. മക്കളുടെ കാര്യത്തിൽ അമ്മമാർക്ക് മാത്രമല്ലല്ലോ, അച്ഛനും അവകാശമില്ലേ. ഗോകുലിന് പോകാൻ ഇഷ്ടമില്ലാത്തിടത്തോളം കാലം ഗോകുൽ എങ്ങോട്ടും പോകില്ല. കൺമണി പറഞ്ഞത് കേട്ട് വലിയൊരു ആശ്വാസം തോന്നുകയാണ് ഗോകുലിനും. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛനെയും അപ്പയൊക്കെ വിട്ടുപോകുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ കൂടെ പറ്റുന്നില്ല. നീയില്ലാതെ ഞങ്ങൾക്കും പറ്റില്ലെന്ന് കൺമണിയും വിഷമത്തോടെ പറയും. ഏതായാലും നീ വിഷമിക്കണ്ട, നിന്നെ ഇവിടെ നിന്ന് ആരും കൊണ്ടുപോയില്ല, ഈ അപ്പ നോക്കിക്കോളാം എല്ലാം എന്നൊരു ഉറപ്പ് കൂടെ കൺമണി കൊടുത്തപ്പോഴത്തേക്കും ഗോകുല് കൺമണിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് സന്തോഷത്തോടെ. കൃഷ് ആണെങ്കിലും വലിയ സന്തോഷത്തിലാണ്. കൺമണിയോട് പറയുകയാണ്, അങ്ങനെ പ്രധാനപ്പെട്ട ആ ചടങ്ങും ഐശ്വര്യമായിട്ട് കഴിഞ്ഞു അല്ലേ. നിയുക്ത അമ്മായിയപ്പനും അമ്മായിയമ്മയും നാത്തൂനും ഒക്കെ പെണ്ണുവീട് കണ്ട് മടങ്ങിപ്പോയി. ഇനി അടുത്തതേ പെണ്ണു വീട്ടുകാർ ചെറുക്കൻ്റെ വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ അതിനുള്ള അവസരം ഉണ്ടാകുമെന്ന് കൺമണി സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. കൃഷി കാരണം ചോദിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞതിൽ. അത് പിന്നെ വീട്ടിൽ വെച്ച് ചില സംഭവങ്ങളൊക്കെ നടന്നു. കൃഷി അപ്പോഴേക്കും തിരിച്ചു ചോദിക്കുന്നുണ്ട്, തൻ്റെ ഏട്ടത്തിയമ്മ കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങളല്ലേ ഒക്കെ എന്നെ കൃപ വിളിച്ചപ്പോൾ പറഞ്ഞു. പായസത്തിൽ ഉപ്പിട്ടതും അമ്മായിമാരോട് ബഹളം വെച്ചതും ഒക്കെ. കൺമണിയപ്പോൾ പറയുന്നുണ്ട്, അത് മാത്രമല്ല കൃഷ് സാർ, അതിനപ്പുറം സുജാത മാഡം വ്യക്തമായിട്ടൊരു കാര്യം എന്നോട് പറഞ്ഞു. ഒട്ടും തൃപ്തിയില്ലാതെയാണ് ഈ വിവാഹത്തിന് മാഡം സമ്മതിക്കുന്നതെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം പോലെ. സത്യത്തിലെ കൃപയുടെ തമാശകളൊക്കെ കേട്ട് സന്തോഷിച്ച് നിൽക്കുകയായിരുന്നു. എല്ലാം ഒറ്റ നിമിഷത്തിൽ മാഞ്ഞു. ഞാനങ്ങ് മരവിച്ച പോലെയായി സർ. കൺമണിയുടെ വിഷമം കേട്ട് കൃഷ് കൺമണിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ കൺമണി, അമ്മ അപ്പോഴത്തെ ഒരു ഫീലില് എന്തൊക്കെയോ പറഞ്ഞതേ ഉണ്ടാവുള്ളൂ. സത്യത്തില് അമ്മ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആളാണെന്ന് കൺമണിക്കും അറിയാലോ എന്ന് കൃഷി ചോദിക്കുമ്പോൾ അതെനിക്കറിയാം. എൻ്റെ സ്വന്തം അമ്മയായിട്ടാ ഞാൻ സുജാത മാഡത്തിനെ കാണുന്നത്. അങ്ങനെ പറയുന്നുണ്ട് കൺമണിയും. തുടർന്ന് കൃഷി പറയുന്നുണ്ട്, ഈ ആൻറ്റിയമ്മയാണ് എല്ലാത്തിൻ്റെയും പുറകിൽ. അവരെൻ്റെ അമ്മയുടെ മനസ്സ് മാറ്റിയെടുക്കുക, മാനസെ ആ വീട്ടിലേക്ക് കൊണ്ടുവരിക. അതാണ് ആൻറ്റിയമ്മയുടെ ജീവിതോദ്ദേശം തന്നെ. എന്തായാലും നമ്മുടെ ഈ വിഷമങ്ങളൊക്കെ മാറും കൺമണി. അമ്മ കൺമണിയുടെ നന്മയും സ്നേഹവും ഒക്കെ തിരിച്ചറിയും. പിന്നെ നിന്റെ കൂടെ ഞാനുണ്ടല്ലോ എപ്പോഴും, നീ എന്തിനാ പേടിക്കുന്നേ? കൺമണിക്കും അത് തന്നെയാണ് ഏറ്റവും വലിയ ധൈര്യം. ഏത് പ്രതിസന്ധിയിലും എന്നെ തളരാതെ പിടിച്ചു നിർത്തുന്നത് കൃഷ് സാറാണെന്നും പറയുന്നുണ്ട് കൺമണി. ശേഷം കൃഷി പറയുന്നുണ്ട്, കൺമണി പറയാറുള്ളത് പോലെ ദൈവമാണ് നമ്മളെ ഒരുമിപ്പിച്ചത്. ദൈവം തന്നെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. എല്ലാം നന്നായിട്ട് തന്നെ വരും. അങ്ങനെ എത്രയോ കാലമായിട്ട് കാത്തിരുന്ന സംഭവം ഇപ്പോൾ പര്യവസാനിച്ചിരിക്കുക. ഇനി അങ്ങോട്ട് കുറച്ച് ചടങ്ങുകൾ മാത്രം മതി. കല്യാണ മണ്ഡപത്തിലേക്ക് കയറുക, മാലയിടുക, വിളിച്ചുകൊണ്ട് പോവുക, വീട്ടിലേക്ക് കയറുക, റീല് പ്രവേശിക്കുക, കഥ കടക്കുക, പിന്നെ മുത്തുകവ്. കൃഷി മുത്തുകവിൽ ചെന്ന് എത്തിക്കുമെന്ന് കൺമണിക്ക് ഓൾറെഡി അറിയാമായിരുന്നു. അത് കൺമണി തുറന്നും പറയുന്നുണ്ട്. എന്നാൽ കൃഷി പറയുന്ന ന്യായം എന്ന് വെച്ചാൽ കഥ കടച്ച പിന്നെ അത് തന്നെയല്ലേ, അല്ലാതെ അമേരിക്കയിലെ സാമ്പത്തിക നയമാണോ നമ്മൾ ആദ്യ രാത്രി ചർച്ച ചെയ്യാൻ പോകുന്നത്? ഇതുവരെ കെഞ്ചിയും കരഞ്ഞും കാല പിടിച്ചും ഔദാര്യം പോലെ വാങ്ങിയിരുന്ന മുത്തുകവ് അവകാശം പോലെ നേടിയെടുക്കുന്ന ദിവസമാണ് ഇനി അങ്ങോട്ട്. അതേസമയം കൺമണി കൃഷിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് തമാശയോടെ, ഭാര്യയുടെ അനുവാദം ഇല്ലാതെ ഭർത്താവിന് ഒന്നും ചെയ്യാനുള്ള അവകാശം ഇല്ലാന്ന്. നിയമമൊക്കെ മാറിയത് അറിഞ്ഞില്ലേ? അത് കേട്ട് കൃഷി, നാട്ടിലെ നിയമമൊക്കെ മാറിക്കാണും, പക്ഷേ നമ്മുടെ ബെഡ്റൂമിലെ നിയമങ്ങളൊക്കെ നമ്മളുണ്ടാക്കും. അറിഞ്ഞു തന്നില്ലെങ്കിലേ ആക്രമിച്ചെടുക്കണമെന്നാണ് അവിടുത്തെ നിയമസംഹിത. അതൊക്കെ അങ്ങ് മനസ്സിലിരിക്കുകയുള്ളൂ എന്ന് കൺമണിയും തിരിച്ചു പറയുമ്പോൾ മനസ്സിൽ കാണുന്നത് നടപ്പിലാക്കി എടുക്കുന്ന ആളാണ് മിസ്റ്റർ കൃഷ്. അപ്പോൾ കൺമണിയും വെല്ലുവിളിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ ആരാണെന്ന് മിസ്റ്റർ കൃഷ് അറിയാൻ പോകുന്നതേ ഉള്ളൂ. വരച്ച വരയിൽ നിർത്തും ഞാൻ. ആ വര എവിടെ വരയ്ക്കണമെന്ന് ഞാൻ പറയുമെന്ന് കൃഷും തിരിച്ചു പറയുന്നു. കൃഷിന്റെ വാക്കുകളെല്ലാം കേട്ട് കൺമണിക്ക് ചിരിയാവുന്നുണ്ട്. പറഞ്ഞു അവസാനം നമ്മൾ എവിടെ വരെ എത്തിയെന്ന് ചോദിക്കുന്നുണ്ട്. തീയതി പോലും കുറിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൃഷിനെ ഓർമ്മപ്പെടുത്തുമ്പോൾ കൺമണിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൃഷി പറയാണ്, താലികെട്ട് വരെ കഴിഞ്ഞു, ഇനി എന്ത് തീയതി? അത് പറഞ്ഞ് കൺമണിക്ക് മുത്തുകൾ കൊടുക്കാൻ നോക്കുന്നതും കൺമണി കൃഷ്ണനോട്, സാർ ഇത് ഓഫീസാ എന്ന് പറയുമ്പോൾ കൺമണിയുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തിട്ടാണ് കൃഷി പിന്നെ പോകുന്നത്. അതിനുശേഷം കാണിക്കുന്ന മാനസ, സാഗറും സുജാതയൊക്കെ വന്ന് കൺമണിയെ പെണ്ണ് കണ്ടു എന്നുള്ളൊരു കാര്യം നമ്മുടെ വരുണിനെ അറിയിക്കുന്നുണ്ട്. ഇത് കേട്ട് വരുണിന് ആകെ ദേഷ്യം വരുന്നു. ആ സുജാത കൺമണിയോട് ഉടക്കാണ്, കൺമണിയെ തിന്നും കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് നടക്കുമല്ലായിരുന്നു. മാനസ തന്നെയല്ലേ അത് പറഞ്ഞത്? എന്നിട്ട് അവരും കാല് മാറിയോ എന്ന് ചോദിക്കുമ്പോൾ കാല് മാറിയോന്നോ? കൺമണിയുടെ കയ്യിൽ സുജാതാന്റെ വളയിട്ട് കൊടുക്കുകയും ചെയ്തു. 5 പവൻ. ഇനി കൺമണിയുടെ ലെവല് വേറെ വരണേ. കൃഷിന്റെ ഭാര്യയായി, രാജകുമാരിയായി അവളൊരു വെലസും. കൃഷിമൊത്ത് ലോകം മുഴുവൻ പറന്നു നടക്കും. അവള് മനസ്സിൽ ആഗ്രഹിക്കുന്നത് അടുത്ത നിമിഷം കൃഷി മുന്നിൽ കൊണ്ടുവന്ന് കൊടുക്കും. കൺമണിയുടെ യോഗമാണ് വരുണേ, രാജയോഗം. ഇതൊക്കെ കേട്ട് ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട് വരുൺ. മാനസയുടെ ഉദ്ദേശവും വരുണിനെ ചൂട് പിടിപ്പിക്കുക എന്നുള്ളതാണ്. മാനസയോട് വായടക്കാൻ പറയുന്ന വരുണിനോട്, ഇതിപ്പോ അങ്ങാടി തോറ്റതിന് അമ്മയോടെന്ന പോലെ ഈ ചാട്ടം കൺമണിയോടാണ് കാണിക്കേണ്ടത്. അതിന് പറ്റിയില്ലല്ലോ. സായിപ്പിനെ കാണുമ്പോൾ മുട്ടിടിക്കും. കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വരുൺ. ഒരു കാര്യം ഞാൻ പറയട്ടെ, വരുണിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ നേരെ അവളുടെ വീട്ടിൽ ചെന്ന് കത്തിച്ചേനെ. പക്ഷെ വരുണിനെ ഞാൻ കുറ്റം പറയില്ല. പ്രതികാരം ചെയ്യണമെന്ന് തോന്നല് വരുണും വന്നു കാണും. പക്ഷേ
ധൈര്യമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? എനിക്ക് ധൈര്യം ഉണ്ടെന്ന് വിളിച്ചു പോകുന്നുണ്ട് വരുൺ. എന്നാൽ മാനസ വരുണിനോട് എന്ത് ധൈര്യം? വരുണിന് ബഹളം വെക്കാൻ മാത്രമേ ധൈര്യമുള്ളൂ, കാര്യം നടത്താൻ പറ്റില്ല. ഒരട്ടഹാസവും ഒച്ചപ്പാടും വയ്ക്കുന്നതോടെ വരുൺ ഹാപ്പിയായി. അല്ല, കുഴപ്പമുണ്ടാക്കണമെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല, വരുണിന്റെ രീതി ഞാൻ പറഞ്ഞതാ. മാനസ തന്നെ കളിയാക്കുന്നതും കുറ്റപ്പെടുത്തുന്നതൊന്നും വരുണിനെ സഹിക്കുന്നില്ല. മാനസയോട് പറയുന്നുണ്ട് എന്നെ തീരെ അങ്ങ് കൊച്ചാക്കരുതെന്ന്. അവളെ കാണാൻ ഞാൻ അവളുടെ വീട്ടിലേക്ക് ഇപ്പോൾ പോകുന്നുണ്ട്. ബാക്കി എന്ത് സംഭവിക്കുമെന്ന് മാനസ കണ്ടറിഞ്ഞു. ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയിട്ടാണ് വരുൺ പിന്നെ ഫോൺ കട്ട് ചെയ്യുന്നത്. മാനസയ്ക്കും സന്തോഷമാവുന്നു. കൺമണിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കണമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് മാനസ വരുണിന്റെ രക്തം തിളപ്പിച്ചതും. അങ്ങനെ പിറ്റേ ദിവസമായി നമ്മുടെ കൃഷ് അലികയിൽ എത്തുമ്പോഴത്തേക്കും കയറി പിടിക്കുന്നുണ്ട് കൃഷിനെ. എന്നിട്ട് പറയുന്നുണ്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലൈമാക്സ് ആയില്ലേ, കല്യാണവും ഉറപ്പിച്ചു. ഒരു പ്രണയം പൂർത്തിയാക്കുമ്പോഴേ ആ പ്രണയത്തിന്റെ പുറകിൽ പ്രവർത്തിച്ചവർക്കൊക്കെ ചെലവ് ചെയ്യണം. നിന്റെ പ്രണയത്തിന്റെ റൂട്ടിലെ നിഴല് പോലെ ഞാനും ഉണ്ടായിരുന്നു. കൺമണിയുടെ പിണക്കം മാറ്റണം, ആന്റിയമ്മയെ ഒതുക്കണം, സാഗർ സാറിനെ വീഴ്ത്തണം. ഇതിനെല്ലാ വഴികളും പറഞ്ഞു തന്നത് ഞാനായിരുന്നില്ലേ? ഇതിനെല്ലാം ഒരു തീരുമാനമായ സ്ഥിതിക്ക് എല്ലാം കൂടെ എനിക്കൊരു പ്രതിഫലം വേണം. കൃഷി അതെല്ലാം കേട്ടിട്ടും വലിയ മൈൻഡൊന്നും കൊടുക്കാതെ ഒന്ന് പോടാന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്നതും മഹി കൃഷ്ണനെ പോകാൻ അനുവദിക്കുന്നില്ല. പോടാന്നോ? ശരി, പാലം കിടന്നപ്പോ കൂരായണ അല്ലേ? കല്യാണം നടത്തുന്നതിനേക്കാൾ എളുപ്പമാ അതൊന്ന് കലക്കാൻ. അത് നീ മറക്കണ്ട. ഏതായാലും മഹിയുടെ ഈ ഒരിടവ് ഏൽക്കുന്നുണ്ട്. കൃഷിന് പേടിയാവുന്നുണ്ട്. കൃഷി എന്നിട്ട് മഹിയെ സുഖിപ്പിച്ചുകൊണ്ട് പറയാ, ഞാനൊന്നും മറക്കില്ലടാ. നീ എനിക്ക് അന്യനൊന്നും അല്ലല്ലോ, നമ്മുടെ കുടുംബത്തിലെ ആള് തന്നെയല്ലേ. നീ എന്റെ ചങ്കല്ലടാ. നീ എന്താവശ്യപ്പെടുന്നു അത് ഞാൻ തന്നിരിക്കും എന്നെല്ലാം ഉറപ്പ് കൊടുക്കുകയാണ്. അപ്പോഴേക്കും മഹി ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിലേ എനിക്ക് അലികയിലെ MD ആവണമെന്ന്. അത് കേൾക്കുന്നതും കൃഷി എടുത്തിട്ട് പെരുമാറുന്നുണ്ട് മഹിയെ. അപ്പോഴേക്കും നമ്മുടെ ദേവ്ജി വരുന്നു. നല്ല ദേഷ്യത്തോടെയാണ് ദേവ്ജി വന്ന് നിൽക്കുന്നത്. അത് മനസ്സിലാക്കുന്ന കൃഷാണെങ്കിലും കാര്യം എന്താണെന്ന് ദേവ്ജിയോട് തിരക്കുന്നുണ്ട്. അപ്പൊ ദേവ്ജി അങ്ങോട്ട് ചോദിക്കുക, ബാംഗ്ലൂർ ഓഫീസിന്റെ കഴിഞ്ഞ മാസത്തെ ടേൺ ഓവർ കണ്ടിരുന്നോന്ന്. മെയില് വന്നിട്ടുണ്ട്, പോയി ചെക്ക് ചെയ്യും. മഹി അത് കേൾക്കുന്നത് പേടിയോടെ കുഴപ്പമാകോ സാറെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമാകുമെന്നോ? തീർന്നു, വട്ടപൂജ്യമാണ് കഴിഞ്ഞ മാസം കിട്ടിയിരിക്കുന്നത്. അത് കേട്ട് ആകെ വല്ലാതാവുന്നുണ്ട് കൃഷും. ബാംഗ്ലൂർ ഓഫീസ് സമരത്തിലാണെന്നും അവിടുത്തെ സ്റ്റാഫുകൾക്കൊന്നും കറക്റ്റ് ശമ്പളം കിട്ടിയിട്ടില്ലെന്നും ദേവ്ജി അറിയിക്കുന്നത് കേൾക്കുമ്പോൾ കൃഷ് ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അലികയിലെ ഒരു സമരം ചരിത്രത്തിൽ ആദ്യമായിട്ടാ. സ്വന്തം കമ്പനിയുടെ നിർണായക കാര്യങ്ങൾ നീ അറിയുന്നില്ല. പിന്നെ തെറ്റ് എന്റെ ഭാഗത്തുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാനും നിന്റെയും കൺമണിയുടെയും പ്രശ്നത്തിന്റെ പുറകിലായിരുന്നു. അതുകൊണ്ട് കൃഷ്, അലികയിലെ 100 കണക്കിന് ആളുകളുടെ ജീവിതം മറന്നുകൊണ്ടാവരുത് നിന്റെയും കൺമണിയുടെയും ജീവിതം ശരിയാക്കൽ. പുതിയ ഡിസൈനും പ്രോജക്റ്റും ഒന്നുമല്ല കമ്പനിയുടെ ഇപ്പോഴത്തെ പ്രധാന ചർച്ച. നിങ്ങളുടെ പ്രേമവും കല്യാണവും ഒക്കെയാ. അപ്പൊ ഗൗരവം മനസ്സിലായല്ലോ? ഇതെല്ലാം കേട്ട് കൃഷ് ആകെ വല്ലാതാവുന്നുണ്ട്. അതേസമയം ഒരു സംശയം ചോദിക്കുന്നുണ്ട്, ബാംഗ്ലൂർ ഓഫീസ് മാനസയല്ലേ നോക്കിയിരുന്നത്? അവിടെ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണെന്ന് അവിടുത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എന്നാൽ കൃഷിന്റെ ആ ചോദ്യം ദേവ്ജി ദേഷ്യപ്പെടുത്തുന്നുണ്ട്. അലികയെ ഇല്ലാതാക്കാൻ നോക്കുന്ന അവളുടെ സ്റ്റേറ്റ്മെന്റ് നീ എന്ന് മുതലാ വിശ്വസിക്കാൻ തുടങ്ങിയത്? ബാംഗ്ലൂരിലെ പ്രശ്നത്തിന്റെ പേരിലല്ലേ സാഗർ അവളെ സസ്പെൻഡ് ചെയ്തത്? അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശേഷം എത്രയും പെട്ടെന്ന് നീ ബാംഗ്ലൂർ ഓഫീസിലേക്ക് പോകണമെന്നും ഇവിടുത്തെ കാര്യങ്ങൾ നേരെയാക്കിയിട്ട് മതി ഇനി ഇങ്ങോട്ട് മടങ്ങി വരാനെന്നും കൃഷ്ണനെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് ദേവ്ജി. കൃഷ്ണന് അതത്ര സമ്മതാവുന്നില്ല. മഹിയെ പറഞ്ഞയച്ചാൽ പോരെയും ചോദിക്കുമ്പോഴത്തേക്കും ദേവ്ജിയുടെ സകല നിയന്ത്രണങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഷട്ടപ്പ് എന്ന് പറഞ്ഞ് അലറുന്നുണ്ട് കൃഷിന്റെ നേരെ. അലികയുടെ അസ്ഥിവാരം തന്നെ ഇളകുന്നതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ഞാൻ നിനക്ക് തന്നത്. പറഞ്ഞു തീരും മുമ്പേ തന്നെ ബാംഗ്ലൂരിലേക്ക് പോകാൻ ചാടി ഇറങ്ങേണ്ടവനാ നീ. എന്നിട്ട് പകരക്കാരനെ അയക്കുന്നു അല്ലേ? ദേവ്ജി ഇങ്ങനെയെല്ലാം പറഞ്ഞ് കൃഷ്ണനെ വഴക്ക് പറയുന്നതും കൃഷി പറയുന്നുണ്ട്, എനിക്ക് കാര്യത്തിന്റെ സീരിയസ്നെസ് ഒക്കെ മനസ്സിലായി. പക്ഷെ ഇവിടെ കൺമണിയുടെ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നീ കൺമണിയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? അലിക എങ്ങനെയെങ്കിലും തൊലയട്ടെ എന്ന് പറഞ്ഞ് ദേവ്ജി ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നുണ്ട്. സാഗർ ആണെങ്കിലും കൃഷ്ണനോട് ചൂടായിക്കൊണ്ട് തന്നെ ഒരൊറ്റ മണിക്കൂറാണ് ഞാൻ നിനക്ക് സമയം തരുന്നത്. അതിനു മുമ്പ് ബാംഗ്ലൂർ ഓഫീസിലെ പ്രശ്നങ്ങൾ നീ സോൾവ് ചെയ്തിരിക്കണം. ഞാനതിന്റെ പുറകിൽ തന്നെയാണെന്ന് കൃഷി അറിയിച്ചിട്ടും എടാ അതിന്റെ പുറകിലല്ല, മുൻപിൽ നിന്ന് നീ കാര്യങ്ങൾ നടത്തണം. അലിക തൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്തിട്ടില്ല എന്നുള്ള ന്യൂസ് എങ്ങാനും വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുമെന്ന് നിനക്കറിയാമല്ലോ. അവിടെ അവസാനിക്കുകയല്ല. അലികയോട് നിനക്ക് കമ്മിറ്റ്മെന്റ് കാണണമെന്നില്ല, പക്ഷെ എനിക്ക് കൈവിട്ട് കളയാൻ പറ്റില്ല. എന്റെ വേർപ്പ് കൊണ്ടാണ് ഞാൻ ആ സ്ഥാപനം കെട്ടിപ്പൊക്കിയത്. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ശരിയാക്കണം. സാധിക്കില്ലെങ്കിൽ പറഞ്ഞു നിന്റെ കസേരയിൽ പുതിയ ആള് വരും എന്നുകൂടെ പറഞ്ഞിട്ടാണ് ദേഷ്യത്തോടെ സാഗറും കോള് കട്ട് ചെയ്യുന്നത്. കൃഷി വല്ലാത്തൊരവസ്ഥയിൽ പെട്ടുപോകുന്നു. അപ്പോഴേക്കും സുജാതയാണെങ്കിലും കാര്യങ്ങളൊന്നും അറിയാതെ വരുന്നുണ്ട്. സാഗറിനോട് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ബാംഗ്ലൂർ ഓഫീസിൽ മുഴുവൻ പ്രശ്നങ്ങളാണ് സുജു. MD ആയ കൃഷിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ സുജാത പറയുന്നുണ്ട്, GM ആയിട്ട് ആരും ഇല്ലാത്തതാണ് ഇതിനൊക്കെ കാരണം. അന്ന് മാനസയോട് റീജോയിൻ ചെയ്യാൻ സാഗർ പറഞ്ഞതല്ലേ? കൃപ വന്നപ്പോൾ അതൊക്കെ മറന്നു. അതുകൊണ്ട് സാഗർ എത്രയും പെട്ടെന്ന് മാനസ തിരിച്ചു കയറ്റണം, അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള കുഴപ്പങ്ങളുണ്ടാവും. എന്നാൽ സാഗർ അതിന് മാത്രം സമ്മതിക്കുന്നില്ല. മാനസയെ റീജോയിൻ ചെയ്യിപ്പിക്കാനുള്ള സമയമായിട്ടില്ലെന്ന് തന്നെ പറയുന്നു. പക്ഷേ സുജാത നിർബന്ധം പിടിക്കുകയാണ്, എത്രയും പെട്ടെന്ന് മാനസയെ തിരിച്ചെടുക്കണം. കമ്പനിയുടെ മാത്രം ആവശ്യമില്ല, കുടുംബത്തിന്റെയും കൂടെ ആവശ്യമായിരിക്കുക. മാനസയെ തിരിച്ചെടുത്തില്ലെങ്കിൽ
ചേച്ചിയമ്മ ഇവിടുന്ന് പോകുമെന്നാ പറയുന്നത്. ചേച്ചിയമ്മ വലിയ വാശിയില്ല. ചേച്ചിയമ്മയോട് ഞാൻ സംസാരിച്ചോളാന്ന് സാഗർ പറയുന്നുണ്ടെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല സാഗർ. ചേച്ചിയമ്മ വാശിപ്പുറത്താ. മാനസയെ തിരിച്ചെടുത്തില്ലെങ്കിൽ ചേച്ചിയമ്മ ഇവിടുന്ന് മാറും. മാനസയെ തിരിച്ചെടുക്കുന്നതിൽ മറ്റു ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് സാഗർ അറിയിച്ചിട്ടും എന്ത് കോംപ്ലിക്കേഷൻസ് ആണെന്ന് സുജാത ചോദിക്കുന്നതും അത് പിന്നെ ഓഫീസിൽ കൺമണി ഉണ്ടല്ലോ, കൺമണി ഉണ്ടെങ്കിൽ എന്താന്ന് ചോദിക്കുകയാണ് സുജാത. കൺമണി ഓഫീസിലുണ്ടെന്ന് വെച്ച് മാനസിക അങ്ങോട്ട് ചെല്ലാൻ പാടില്ലെന്നുണ്ടോ? കൺമണിയെ പേടിച്ചിട്ട് വേണം ഇനി അങ്ങോട്ട് മാനസ ജീവിക്കണമെന്നാണോ? അതോ കൺമണിയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അലിക പ്രവർത്തിക്കണമെന്നോ? അതേസമയം സാഗർ അറിയിക്കുന്നുണ്ട് അത് പിന്നെ മാനസയെ കെട്ടാനിരുന്ന കൃഷ് വേറൊരു കല്യാണം കഴിക്കുന്നെന്ന് അറിയുമ്പോൾ മാനസിക്ക് വിഷമം കാണില്ലേ? എന്നാൽ സുജാത പറയും മാനസിക്ക് മാത്രമല്ല എനിക്കും ഉണ്ട് ആ വിഷമം, ചേച്ചിയമ്മയ്ക്കും ഉണ്ട്. അതൊന്നും ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല. വരും വരായികകള് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണല്ലോ, അപ്പൊ അനുസരിച്ചില്ലല്ലോ. ഇനിയിപ്പോ ഒരു ഒഴിവുകഴും പറയണ്ട, മാനസയെ തിരിച്ചെടുക്കണം. ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുകയാണ് സാഗറിന് മുമ്പിൽ സുജാത.